ഹായ് ഫ്രണ്ട്സ്, നമ്മളെപ്പോഴും മാങ്ങ വെച്ചിട്ടും പൈനാപ്പിൾ വെച്ചിട്ടെല്ലാം പച്ചടി റെഡിയാക്കി എടുക്കാറുണ്ട്. ഞാനിന്ന് നമുക്ക് എപ്പോഴും വീട്ടിലുണ്ടാവുന്ന നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ പച്ചടിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. പഴം വെച്ചിട്ട് ഈ രീതിയിൽ ഒരു തവണ പച്ചടി റെഡിയാക്കി നോക്കിയാൽ നമുക്ക് വളരെ ഇഷ്ടപ്പെടും. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നേന്ത്രപ്പഴം പച്ചടി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നല്ല പഴുത്ത നേന്ത്രപ്പഴം തന്നെ എടുക്കണം. അപ്പോഴാണ് നല്ല മധുരമെല്ലാമായിട്ട് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ആദ്യം നമുക്കിത് ചെറിയ സ്ക്വയേഴ്സായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. 2 പഴം ഇപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു മൺചട്ടി വെച്ചിട്ട് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആദ്യം പഴം ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായി ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. പിന്നെ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാനുള്ളതാണ്, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഇപ്പോൾ പഴം നെയ്യിലിട്ട് 2 മിനിറ്റ്സ് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 4 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് വേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ പഴമെല്ലാം ഒന്ന് മൂടി വെച്ച ശേഷം ഒരു 7-8 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോഴേക്കും ഇതിലുള്ള വെള്ളം എല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ടാകും. പഴം വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള അരപ്പൊന്ന് റെഡിയാക്കാം. അതിനായിട്ട് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/4 ടീസ്പൂൺ നല്ല ജീരകം, ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് കൂടിപ്പോയാൽ ടേസ്റ്റേ മാറിപ്പോകും, അതുകൊണ്ട് 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതെല്ലാം കൂടെ കുറച്ച് വെള്ളം ചേർത്ത് നന്നായി തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് മൂടിയും തുറന്ന് നോക്കാം. ഇപ്പോൾ പഴമെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലുള്ള വെള്ളമെല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിരുന്നു. ചെറുതായി ഇതൊന്ന് ഉടച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇതൊന്ന് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതിയാവും. ഇനി ഇതിലോട്ട് നമുക്ക് അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസായിട്ട് എല്ലാവർക്കും കറക്റ്റായിട്ട് ലഭിക്കുന്നത്. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 2 മിനിറ്റ്സ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് കൊടുത്താൽ മതിയാവും. അപ്പോഴേക്കും അരപ്പെല്ലാം പഴത്തിൽ നന്നായി പിടിച്ചു വന്നിട്ടുണ്ടാവും. ഞാനിവിടെ 1 കപ്പ് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് കട്ടകളില്ലാതെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ തൈര് പെട്ടെന്ന് തന്നെ ലൂസായി പോകും. അതുകൊണ്ട് ഇതുപോലെ ഒരു വിസ്കോ സ്പൂണോ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കട്ടകളെല്ലാം ഒന്ന് ഉടച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ ഒരു 2 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ അരപ്പെല്ലാം പഴത്തിൽ നന്നായി തന്നെ പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതേ ചൂടിൽ തന്നെ തൈര് ഇതിലോട്ട് ഒഴിച്ച് അപ്പോൾ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തൈര് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളെപ്പോഴും ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ കറി പെട്ടെന്ന് പിരിഞ്ഞു പോകും. ഞാൻ ഈ സമയം കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കറി ഒന്ന് താളിച്ചെടുക്കാം. താളിക്കാനായിട്ട് ഇപ്പോൾ ഒരു പാൻ വെച്ച് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇപ്പോൾ പൊട്ടി വന്നിട്ടുണ്ട്. 2 ബിരിയാണി മുളക് കട്ട് ചെയ്ത് വെച്ചതും അല്പം വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. വേപ്പിലയും മുളകും എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലോട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ചേർത്ത് കൊടുത്താൽ മതിയാവും, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതുപോലെ മുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് ചൂടാക്കി എടുത്ത് കറിയിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറിക്ക് നല്ലൊരു കളറും ടേസ്റ്റും കിട്ടും. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇത് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പഴം വെച്ചിട്ടുള്ള പച്ചടി ഇവിടെ ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. മാമ്പഴ പുളിശ്ശേരി എല്ലാം കഴിക്കുന്ന അതേ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.